Bahrain Roundup, brought to you by Lulu Exchange, Al Hilal Hospital and Medical Center, Arjun Chis Academy, NEC Money Exchange, and Lawrence Center for Global Education. നമസ്കാരം. ഇന്ന് 2026 മെയ് 13 ബുധനാഴ്ച. ബഹ്റൈൻ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ബഹ്റൈനും ജോർദാനും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധം കൂടുതൽ കരുത്താർജിക്കുന്നതായി ഹമ്മദ് രാജാവ്. ഔദ്യോഗിക സന്ദർശനത്തിനെത്തിയ ജോർദാൻ സെനറ്റ് പ്രസിഡന്റ് ഫൈസൽ ആഖഫ് അൽ ഫായിസുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് രാജാവ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പാർലമെന്ററി സഹകരണം, പ്രാദേശിക സുരക്ഷ എന്നിവയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഏകോപനം വർദ്ധിപ്പിക്കാൻ കൂടിക്കാഴ്ചയിൽ ധാരണയായി. ബഹ്റൈൻ്റെ സുരക്ഷാ നടപടികൾക്ക് ജോർദാൻ പൂർണ്ണ പിന്തുണ അറിയിച്ചു. മിഡിൽ ഈസ്റ്റിലെ നിലവിലെ സാഹചര്യങ്ങളും അന്താരാഷ്ട്ര വിഷയങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ബഹ്റൈൻ ഇന്റർനാഷണൽ എയർ ഷോ സുപ്രീം കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചുകൊണ്ട് കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ ഉത്തരവിറക്കി. ഷെയ്ഖ് അബ്ദുള്ള ബിൻ ഹമദ് അൽ ഖലീഫ കമ്മിറ്റി ചെയർമാനായി തുടരും. ഗതാഗത വാർത്താവിനിമയ മന്ത്രി വൈസ് ചെയർമാനായും എയർഫോഴ്സ് കമാൻഡർ ഉൾപ്പെടെയുള്ളവർ അംഗങ്ങളുമായാണ് പുതിയ സംഘടന. എയർ ഷോയുടെ മികച്ച ഏകോപനം ലക്ഷ്യമിട്ടുള്ള ഉത്തരവ് ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതോടെ നിലവിൽ വരും. ബഹ്റൈനിൽ ഇറാൻ ബന്ധമുള്ള തീവ്രവാദ ശൃംഖലകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി ജനറൽ ഷെയ്ഖ് റാഷിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫ. രാജ്യവിരുദ്ധ നീക്കങ്ങളെ പിന്തുണയ്ക്കുന്നവരുടെ പൗരത്വം റദ്ദാക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അതേസമയം ഷിയ വിഭാഗം ബഹ്റൈൻ്റെ അവിഭാജ്യ ഘടകമാണെന്നും അവർക്കെതിരെയുള്ള പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും മന്ത്രി വ്യക്തമാക്കി. ഭരണഘടനയ്ക്ക് മുന്നിൽ എല്ലാ പൗരന്മാരും തുല്യരാണെന്നും തീവ്രവാദ പ്രവർത്തനങ്ങളെയും വിഘടനവാദത്തെയും വേരോടെ പിഴുതെറിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിമാനങ്ങളിൽ അതിവേഗ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് ലഭ്യമാക്കുന്ന സ്റ്റാർലിങ്ക് സേവനത്തിന് ഗൾഫ് എയർ തുടക്കം കുറിച്ചു. ഇതോടെ വിമാനത്തിനുള്ളിൽ ഹൈസ്പീഡ് ഇന്റർനെറ്റ് നൽകുന്ന മേഖലയിലെ പ്രമുഖ വിമാന കമ്പനിയായി ഗൾഫ് എയർ മാറി. സ്പേസ് എക്സ് വികസിപ്പിച്ച സ്റ്റാർലിങ്ക് സൗകര്യം എല്ലാ ക്ലാസുകളിലെയും യാത്രക്കാർക്ക് സൗജന്യമായി ലഭിക്കും. 35,000 അടി ഉയരത്തിലും തടസ്സമില്ലാതെ സ്ട്രീമിംഗും വീഡിയോ കോളുകളും സാധ്യമാക്കുന്ന ഈ സേവനം ഘട്ടം ഘട്ടമായി എല്ലാ വിമാനങ്ങളിലും ഏർപ്പെടുത്തുമെന്ന് ഗൾഫ് എയർ CEO മാർട്ടിൻ ഗൗസ് അറിയിച്ചു. പദ്ധതിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രത്യേക പറക്കലും സംഘടിപ്പിച്ചു. ഇറാന്റെ IRGCയുമായി ചേർന്ന് ബഹ്റൈനിൽ അട്ടിമറി പ്രവർത്തനങ്ങൾക്ക് ഗൂഢാലോചന നടത്തിയ 2 പേർക്ക് ഹൈക്രിമിനൽ കോടതി ജീവപര്യന്തം തടവ് വിധിച്ചു. പ്രതികൾക്ക് 10,000 ബഹ്റൈൻ ദിനാർ വീതം പിഴയും ചുമത്തി. തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ നിരീക്ഷിക്കാനും ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യാനും വിദേശ ഏജൻസികളിൽ നിന്ന് ഇവർക്ക് നിർദ്ദേശങ്ങൾ ലഭിച്ചതായി അന്വേഷണത്തിൽ കണ്ടെത്തി. ഒരാൾ ഇറാനിൽ നിന്നും മറ്റൊരാൾ ബഹ്റൈനിൽ നിന്നുമാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. ശാസ്ത്രീയ തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് കോടതി വിധി. കഴിഞ്ഞ മാർച്ചിൽ നടന്ന അക്രമ സംഭവങ്ങളിലും പൊതുമുതൽ നശിപ്പിക്കലിലും പങ്കാളികളായ 11 പേർക്ക് ഹൈക്രിമിനൽ കോടതി തടവ് ശിക്ഷ വിധിച്ചു. 4 കേസുകളിലായി 5 വർഷം വരെ തടവും ചിലർക്ക് 500 ദിനാർ പിഴയുമാണ് ശിക്ഷ. സംഭവസ്ഥലത്തു നിന്നു തന്നെ അറസ്റ്റിലായ ഇവർക്കെതിരെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി സ്വീകരിച്ചത്. ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് വിധിയെന്നും പൊതുസുരക്ഷ തകർക്കുന്നവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി തുടരുമെന്നും പബ്ലിക് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. ഇറാൻ അനുകൂല ഭീകരവാദ പ്രവർത്തനങ്ങളെ പിന്തുണച്ച 10 പേർക്ക് ഹൈക്രിമിനൽ കോടതി 10 വർഷം വരെ തടവ് ശിക്ഷ വിധിച്ചു. 9 കേസുകളിലായി നടന്ന വിചാരണയിൽ ചിലർക്ക് 2,000 ദിനാർ പിഴയും 3 പേരെ ശിക്ഷാ കാലാവധിക്ക് ശേഷം നാടുകടത്താനും ഉത്തരവിട്ടു. സോഷ്യൽ മീഡിയ വഴി ഭീകരാക്രമണങ്ങളെ പ്രകീർത്തിക്കുക, തന്ത്രപ്രധാന വിവരങ്ങൾ ചോർത്തുക, നിരോധിത മേഖലകളുടെ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുക തുടങ്ങിയ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയത്. സൈബർ ക്രൈം ഡയറക്ടറേറ്റ് നടത്തിയ പരിശോധനയിൽ തെളിവുകൾ ലഭിച്ചു. ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന രീതിയിൽ സോഷ്യൽ മീഡിയ ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ കർശന നടപടി തുടരുമെന്ന് പ്രോസിക്യൂഷൻ മുന്നറിയിപ്പ് നൽകി. One day, your child will face big decisions. Will they have focus? Will they have confidence? Chess builds calm thinking and smart decision-making. It develops confidence, discipline, and patience for life. For kids age 5 to 15, structured learning from beginner to advanced. Expert coaches, personal attention. Join Arjun's Chess Academy. Classes available in Zinj Mahuz Manama. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. ഇന്നത്തെ സ്വർണ്ണ നിരക്ക്
from any NEC branch or app. Win exciting prizes. NEC Money Exchange. We connect your loved ones since 1993. ഇറാന്റെ IRGCയുമായി ചേർന്ന് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട യുവതിക്ക് ഹൈക്രിമിനൽ കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. തന്ത്രപ്രധാന കേന്ദ്രങ്ങളുടെ ദൃശ്യങ്ങളും ലൊക്കേഷൻ വിവരങ്ങളും സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചതിനാണ് നടപടി. സൈനിക സാമ്പത്തിക മേഖലകളെ തകർക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ യുവതി പങ്കുവച്ചതായി സൈബർ ക്രൈം ഡയറക്ടറേറ്റ് കണ്ടെത്തി. ചോദ്യം ചെയ്യലിൽ ഇവർ കുറ്റം സമ്മതിച്ചു. വിദേശ ശക്തികളുമായി ചേർന്ന് രാജ്യത്തിന്റെ സുരക്ഷയെയും പരമാധികാരത്തെയും തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ കർശന നടപടി തുടരുമെന്ന് പബ്ലിക് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. ബഹ്റിനിൽ ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി നടത്തിയ പരിശോധനകളിൽ 29 പേർ അറസ്റ്റിലാവുകയും 94 പേരെ നാടുകടത്തുകയും ചെയ്തു. മെയ് 3 മുതൽ 9 വരെ രാജ്യത്തെ 4 ഗവർണറേറ്റുകളിലായി നടത്തിയ 995 പരിശോധനകളുടെ ഭാഗമായാണ് നടപടി. വിവിധ സർക്കാർ ഏജൻസികളുമായി ചേർന്ന് നടത്തിയ സംയുക്ത പരിശോധനകളിൽ തൊഴിൽ താമസ നിയമങ്ങൾ ലംഘിച്ചവർക്കെതിരെയാണ് കർശന നടപടി സ്വീകരിച്ചത്. വരും ദിവസങ്ങളിലും പരിശോധനകൾ തുടരുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ദീർഘകാലത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് മടങ്ങുന്ന ഷെരീഫ് വില്യ പള്ളിക്ക് തണൽ ബഹ്റൈൻ ചാപ്റ്റർ യാത്രയയപ്പ് നൽകി. മനാമ കെ സിറ്റിയിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് നജീബ് കടലായി അധ്യക്ഷത വഹിച്ചു. തണലിന്റെ തുടക്കം മുതൽ സജീവമായിരുന്ന ഷെരീഫിന് സംഘടനയുടെ സ്നേഹോപഹാരം കൈമാറി. വിവിധ സാമൂഹിക പ്രവർത്തകർ ആശംസകൾ നേർന്നു. നാട്ടിലും തണലിന്റെ പ്രവർത്തനങ്ങളിൽ ഷെരീഫ് സജീവമായി തുടരുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ലാൽകീഴ്സ് ബഹ്റൈൻ ജുഫൈറിലെ മുക്ത സിനിമാസുമായി സഹകരിച്ച് ദൃശ്യം 3 ട്രെയിലർ ലോഞ്ച് സംഘടിപ്പിച്ചു. ബഹ്റൈനിൽ ആദ്യമായാണ് ഒരു മലയാള സിനിമയുടെ ട്രെയിലർ ലോഞ്ച് ഇത്തരത്തിൽ നടക്കുന്നത്. പ്രസിഡന്റ് ഫൈസൽ FM അധ്യക്ഷത വഹിച്ച ചടങ്ങ് ജഗത് കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ സാമൂഹിക പ്രവർത്തകരുടെയും ആരാധകരുടെയും സാന്നിധ്യത്തിൽ പുറത്തിറക്കിയ ട്രെയിലർ ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ തരംഗമായി. വിവിധ മേഖലകളിലെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു. വാർത്തകളുടെ വിശദവിവരങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റായ 4pmnewsonline.com സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെയും ലഭ്യമാണ്. നന്ദി, നമസ്കാരം.